ജർമ്മനിയിലെ ബവേറിയൻ ഭൂപ്രദേശത്തു കൂടിയുള്ള സഞ്ചാരം തുടരുകയാണ്. ആൽപ്സിന്റെ ചെരുവിലെ ഗ്രാമങ്ങൾ. എന്റെ കസിൻ ബിനുവിനോടൊപ്പമാണ് യാത്ര. ഹിറ്റ്ലറുടെ അതിഥി മന്ദിരമായിരുന്ന ഈഗിൾസ് നെസ്റ്റും മറ്റും കണ്ട ശേഷം മ്യൂണിക്കിലേക്ക് മടങ്ങുകയാണ്. സീക്സ്ഡോർഫ് എന്ന ഗ്രാമമാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. വലിയൊരു ഗ്രാമമാണ് സീക്സ്ഡോർഫ്. ഇരുനിലകളുള്ള ധാരാളം വീടുകൾ. ഉൾനാടുകളാണെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ അതിഗംഭീരമാണ്. മലകളെ തുരന്നുണ്ടാക്കിയ നീളൻ ടണലുകൾ. 2-3 കിലോമീറ്ററുകൾ വരെ നീളമുള്ള ടണലുകൾ പിന്നിടുന്നുണ്ട്. ബവേറിയൻ ആൽപ്സിൽ ജർമ്മനി നിർമ്മിച്ച 60ഓളം ടണലുകളുണ്ട്. അതിൽ 22 വലിയ ടണലുകളാണ്. മണിക്കൂറിൽ 80 മുതൽ 100 കിലോമീറ്റർ വരെയാണ് ടണലുകളിലെ വാഹന സ്പീഡ് ലിമിറ്റ്. വന്ന വഴിയിലൂടെയല്ല ഞങ്ങളുടെ മടക്കം, മറ്റൊരു ഭാഗത്തുകൂടിയാണ്. പുൽമേടുകളും അതിനെ അതിരിട്ടു നിൽക്കുന്ന വനങ്ങളുമെല്ലാം അതിമനോഹരമായ കാഴ്ചയാവുന്നു. ഞാനും ബിനുവും ജർമ്മനിയിലെ ജീവിതവിശേഷങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പോകുന്നത്. പുൽമേടുകളും മരക്കൂട്ടങ്ങളുമുള്ള പ്രദേശങ്ങളിലൂടെ കുറച്ചു ദൂരം യാത്ര ചെയ്യുമ്പോഴേക്കും ഒരു ചെറിയ ഗ്രാമത്തിലേക്കെത്തുന്നു. അവിടെ അടുത്തടുത്തായുള്ള വീടുകൾ ഇങ്ങനെ കാണാം. കന്നുകാലിപ്പുരകളും ഗോഡൌണുകളുമൊക്കെയുണ്ട്. ഇപ്പോൾ മാറ്റ്സിംഗ് എന്ന സ്ഥലത്തേക്കെത്തുന്നു. നേരത്തെ കണ്ട നിരവധി ഗ്രാമങ്ങളുടെ രൂപഭാവങ്ങളുള്ള മറ്റൊരു ഗ്രാമം. പാൽ ഉൽപ്പന്നങ്ങളുടെ ഗോഡൌണുകളും മറ്റുമാണ് ഇക്കാണുന്നത്. മരം കൂടുതലായി ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പണിയുന്ന ബവേറിയൻ പാരമ്പര്യ രീതികൾ ഇവരൊന്നും ഇപ്പോഴും കൈവിട്ടിട്ടില്ല. ചിലയിടത്ത് വിറക് അടുക്കി വച്ചിരിക്കുന്നു. ചില പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു പണിയുന്നു. പണി തീർന്നു കഴിയുമ്പോൾ 2 നിലയുള്ള പഴയതരം വീടുകളായിട്ടാവും അത് മാറുക. ബവേറിയൻ ആൽപ്സിലെ ജനങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സായ പശുക്കൾക്ക് തീറ്റയൊരുക്കാനുള്ള പുൽമേടുകൾ. മാറ്റ്സിംഗ് പിന്നിട്ട് ഹോളെ എന്നൊരു ഗ്രാമത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. ചോളപ്പാടങ്ങളുള്ള ഒരു പ്രദേശം. ബവേറിയൻ ആൽപ്സിന്റെ ചെരുവിലെ ചോളകൃഷി പൂർണ്ണമായും കാലിത്തീറ്റ ഉൽപാദനത്തിനു വേണ്ടിയുള്ളതാണ്. പശുക്കൾക്കും പന്നികൾക്കും കോഴികൾക്കും വേണ്ടിയുള്ള തീറ്റയാണ് അതുകൊണ്ടുണ്ടാക്കുന്നത്. ഹോളെ കഴിയുന്നതോടെ ട്രൗൺറിയൂട്ട് എന്ന സ്ഥലത്തേക്ക് എത്തുകയായി. തെക്കുകിഴക്കൻ ബവേറിയയിലെ ഒരു ചെറിയ പട്ടണമാണ് ട്രൗൺറിയൂട്ട്. ട്രൗൺറിയൂട്ട് കഴിഞ്ഞ് ഹ്യോർപോൾഡിംഗ് എന്ന പ്രദേശത്തേക്കെത്തുന്നു. 2ാം ലോകമഹായുദ്ധകാലത്ത് ജനം ഒഴിഞ്ഞു പോവുകയും യുദ്ധാനന്തരം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയവർ പാർക്കുകയും ചെയ്ത പ്രദേശങ്ങളാണിത്. സെന്റ് ഗോർഗിൻ ഗ്രാമമാണിത്. ഒരു വശത്ത് ഗ്രാമത്തിലെ സെന്റ് ജോർജ് ദേവാലയം. സെന്റ് ഗോർഗിൻ ഗ്രാമത്തിന്റെ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് പാത. കൃഷി ചെയ്യാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ആൾട്ടൺ മാർക്കറ്റ് എന്ന പ്രദേശത്തേക്കെത്തുന്നു. ഒരു മുനിസിപ്പാലിറ്റിയാണ് ആൾട്ടൺ മാർക്കറ്റ്. അതിന്റെ പ്രധാന ടൗൺ ഇവിടെയാണ്. ബവേറിയൻ മേഖലയിലെ ഉൾനാടുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആളുകളെ പുറത്തെങ്ങും കാണുന്നില്ല. സെയിന്റ് അഗീഡിയൂസ് പള്ളിയാണ് നേരെ മുന്നിൽ കാണുന്നത്. യൂറോപ്പിൽ പൊതുവെ തന്നെ ഇത്തരം ഗ്രാമങ്ങളിൽ ആളുകൾ വീടിനകത്ത് ഒതുങ്ങിക്കൂടുന്നതാണ് പതിവ്. പലരും കാറുകളിൽ പോകുന്നുണ്ട്. എന്നാൽ വഴിയരികിലൂടെ നടക്കുന്നവരെ അധികം കാണില്ല. 2 നിലയുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും. എല്ലാം ട്രഡീഷണൽ ശൈലിയിലുള്ളതാണ്. റാബൻഡൻ ഗ്രാമമാണ് ഇപ്പോൾ മുന്നിൽ. ഇത് ജേക്കബ്സ് ചർച്ച്. ഇത് മറ്റൊരു പള്ളി. പല കുന്നിൻ ചെരുവുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമമാണ് റാബൻഡൻ. കാൽപ്പനിക ഛായയുള്ള ആൽപൈൻ ഗ്രാമങ്ങളിലൊന്ന്. പച്ചപ്പരവതാനി വിരിച്ചതുപോലെ പുൽമേടുകൾ. മൂടൽമഞ്ഞും മഴച്ചാറ്റലുമുണ്ട്. അന്തരീക്ഷം മൂടിവരുന്നു. മഴ ദൃശ്യങ്ങളെ കുറച്ചൊക്കെ മറയ്ക്കുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായൊരു കാലാവസ്ഥ ഷൂട്ട് ചെയ്യാനായി. സന്ധ്യയോടെ ഞങ്ങൾ മ്യൂണിക്കിലേക്ക് എത്തി. മ്യൂണിക്കിന്റെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. തൽക്കാലത്തേക്ക് മ്യൂണിക്കിനോട് യാത്ര പറയുകയാണ്.
മടക്കയാത്രയിൽ വീണ്ടും ഇവിടേക്ക് വരുന്നുണ്ട്. മ്യൂണിക് ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. ഇപ്പോൾ നേരം വൈകിട്ട് 7 മണിയാകാറാകുന്നു. ഇവിടെ നിന്നും മറ്റൊരു യാത്ര തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രി 10 മണിക്ക് പോളണ്ടിലെ ക്രാക്കോവിലേക്ക് ഒരു വിമാനമുണ്ട്. അതിൽ കയറണം. മ്യൂണിക്കും പരിസര പ്രദേശങ്ങളുമെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ബവേറിയൻ ആൽപ്സിന്റെ ഗ്രാമങ്ങൾ കണ്ടു. അവിടുത്തെ ജീവിതം കണ്ടു. കൊടുമുടിയുടെ മുകളിൽ ഹിറ്റ്ലറുടെ താവളമായിരുന്ന ഈഗിൾസ് നെസ്റ്റ് സന്ദർശിച്ചു. ബെർച്ച്ഡസ് ഗാർഡൻ, ഒബർ സാൽസ്ബർഗ് തുടങ്ങിയ സ്ഥലങ്ങളും സന്ദർശിച്ചു. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് മ്യൂണിക്കിൽ വന്നിറങ്ങിയ ശേഷം മ്യൂണിക്കിലെ പ്രധാന കാഴ്ചകളും ബിയർ ഫെസ്റ്റിവലും ഷൂട്ട് ചെയ്തിരുന്നു. ഇന്ന് പാതിരാത്രിയോടെ പോളണ്ടിലെ ക്രാക്കോവിലെത്തും. നാളെ മുഴുവൻ ക്രാക്കോവിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ടൈം മാനേജ്മെന്റിനു വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് ഇതൊക്കെ. ഞാൻ എയർപോർട്ടിലേക്ക് കയറി ചെന്നു. ബിനു യാത്ര പറഞ്ഞ് പോയിരിക്കുന്നു. ചെക്ക് ഇൻ നടപടികളെല്ലാം കഴിഞ്ഞു. എയർപോർട്ടിൽ പലയിടത്തും ക്യാമറ അത്ര സ്വീകാര്യ വസ്തുവല്ല. ഇവിടെ നിന്നും ഇനി ഒരു എയർ ട്രെയിൻ പിടിച്ച് മറ്റൊരു ടെർമിനലിലേക്ക് പോകണം. അതിനുവേണ്ടി താഴേക്ക് ചെല്ലുമ്പോൾ ട്രെയിൻ വന്നു നിൽക്കുന്ന സ്റ്റേഷൻ കാണാം. എയർപോർട്ടിനകത്തു തന്നെയുള്ള സ്റ്റേഷനാണ്. കുറേ ആളുകൾ കയറാനുണ്ട്. കെ ടെർമിനലിലേക്കാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ കെ ടെർമിനൽ എത്തിയിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ആളുകളെ വിമാനത്തിലേക്ക് കയറ്റിവിട്ടു തുടങ്ങി. ഞാനും ക്യൂവിന്റെ പിന്നിൽ സ്ഥാനം പിടിച്ചു. ലുഫ്താൻസ വിമാനത്തിലാണ് എനിക്ക് പോകേണ്ടത്. 10:15 ഇവിടെ നിന്നും ക്രാക്കോവിലേക്കുള്ള വിമാനം പുറപ്പെടുക. 11:30 ആകുമ്പോഴേക്കും അത് ക്രാക്കോവിൽ ലാൻഡ് ചെയ്യും. പോളണ്ടിന്റെ തെക്കൻ പട്ടണമാണ് ക്രാക്കോവ്. വലിയൊരു സാംസ്കാരിക നഗരമാണത്. ഏറെ ചരിത്രമുള്ള നഗരം. യാത്ര രാത്രിയിലായതുകൊണ്ട് ഒരു ഗുണമുണ്ട്. പകൽ നേരം പൂർണ്ണമായും ചിത്രീകരണ ജോലിക്കായി വിനിയോഗിക്കാം. വിമാനത്തിനകത്ത് അധികം ആളുകളൊന്നുമില്ല. പല സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. പുറത്ത് ചാറ്റൽ മഴയുണ്ട്. വിമാനം നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം അത് റൺവേയിലേക്ക് കയറി. മ്യൂണിക് ഇന്റർനാഷണൽ എയർപോർട്ട് പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. വിമാനം മ്യൂണിക്കിൽ നിന്നും യാത്രയായി. താഴെ അതിബൃഹത്തായ ഒരു പ്രദേശമാകെ വ്യാപിച്ചു നിൽക്കുകയാണ് മ്യൂണിക് ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് ഈ കാഴ്ചകളിൽ നിന്ന് വ്യക്തമാകും. ലോകത്തെ തന്നെ വലിയ എയർപോർട്ടുകളിൽ ഒന്നാണിത്. വിമാനം മഴമേഘങ്ങൾക്കുള്ളിലേക്കു കയറി. ജർമ്മനി കഴിയുവോളം പുറത്ത് കാഴ്ചകളൊന്നും കാണാനാകുമായിരുന്നില്ല. ചെക്ക് റിപ്പബ്ലിക് പിന്നിട്ട് ഇപ്പോൾ വിമാനം പോളണ്ടിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ക്രാക്കോവ് പട്ടണത്തോട് അടുക്കുകയാണ്. മ്യൂണിക്കിൽ നിന്നും 1 മണിക്കൂറിന്റെ പറക്കലേയുള്ളൂ. വിമാനം ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന അറിയിപ്പ് വന്നു. ക്രാക്കോവ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേയിലേക്ക് അത് താഴ്ന്നു തുടങ്ങി. ക്രാക്കോവ് ഇന്ന് പോളണ്ടിന്റെ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ പണ്ട് രാജ്യ തലസ്ഥാനം തന്നെയായിരുന്നു. പോളണ്ടിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമാണിത്. ജോൺ പോൾ സെക്കൻഡ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ ജീവിതത്തിന്റെ ആദ്യകാലങ്ങൾ ചെലവഴിച്ച നഗരമാണ് ക്രാക്കോവ്. ക്രാക്കോവിന്റെ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നവരാണ് ക്രാക്കോവ് നിവാസികൾ. എയർപോർട്ട് ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ സെമിനാരി പഠനവും ഈ ക്രാക്കോവ് നഗരത്തിൽ തന്നെയായിരുന്നു. വിമാനത്തിൽ നിന്നുമിറങ്ങി പുറത്തേക്ക് നടന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കഥ യാത്രയിൽ വെറുതെ ഓർത്തെന്നേയുള്ളൂ. അതൊന്നുമല്ല ഞാൻ ഇവിടേക്ക് വരാനുള്ള കാരണം. ക്രാക്കോവിന് സമീപമാണ് ഓഷ്വിറ്റ്സ് എന്ന ലോകപ്രശസ്തമായ കോൺസെൻട്രേഷൻ ക്യാമ്പ് നിലനിന്നിരുന്നത്.
രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസി പട ഏറ്റവും അധികം ജൂതന്മാരെ കൊന്നുതള്ളിയ കോൺസെൻട്രേഷൻ ക്യാമ്പ് അതായിരുന്നു. ചരിത്രം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പീഡന കേന്ദ്രമായിരുന്നു അത്. പോളണ്ടിൽ പല യാത്രകൾ ഞാൻ നടത്തിയിരുന്നെങ്കിലും ഓഷ്വിറ്റ്സ് മാത്രം കണ്ടിരുന്നില്ല. അതാണ് ഇത്തവണ ഇവിടേക്ക് വരാൻ കാരണം. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹംഗറി, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയവിടങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ ദിവസവും ട്രെയിനുകളിൽ എത്തിച്ചിരുന്ന ഇടമാണ് ഓഷ്വിറ്റ്സ്. അവരെ കൂട്ടത്തോടെ കൊന്നുതള്ളി ചുട്ടുചാമ്പലാക്കിക്കൊണ്ടിരുന്നു അവിടെ. അതൊന്ന് കാണണം. എയർപോർട്ടിന് മുന്നിൽ ടാക്സികൾ നിരന്നു കിടക്കുന്നുണ്ട്. ഇതിലൊന്ന് പിടിക്കാം. എന്നെ ക്രാക്കോവിന്റെ സിറ്റി സെന്ററിലേക്ക് എത്തിക്കാനാണ് ഡ്രൈവറോട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഓൾഡ് ടൗൺ സ്ക്വയറിന്റെ ഓരത്തുള്ള ഒരു കൊട്ടാരത്തിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്പിസ്കി പാലസ് എന്നാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥാപനത്തിന്റെ പേര്. അത് ഹോട്ടലാണോ അപ്പാർട്ട്മെന്റ് ആണോ എന്നൊന്നും വലിയ നിശ്ചയമില്ല. വലിയൊരു പട്ടണമാണ് ക്രാക്കോവ്. കാർ ക്രാക്കോവിന്റെ ടൗൺ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. പാതയുടെ ഇരുഭാഗത്തും ചരിത്രമന്ദിരങ്ങൾ ഉയർന്നു നിൽക്കുന്നു. വലിയ കൊട്ടാരങ്ങളും കാസിലുകളും കലാകേന്ദ്രങ്ങളുമെല്ലാമുള്ള സുന്ദരമായ ഒരു സാംസ്കാരിക കേന്ദ്രം തന്നെയാണ് ഇവിടം. വിസ്റ്റുല്ല നദിയുടെ തീരത്തെ പട്ടണം. ഒരു കാലത്ത് ഇവിടെ ഇരുന്നാണ് രാജാക്കന്മാർ പോളണ്ടിനെ ഭരിച്ചത്. പകലായിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കുറെ കൂടി ഭംഗിയോടെ കാണാമായിരുന്നു. ഇപ്പോൾ പാതിരാത്രി കഴിഞ്ഞ നേരമാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. സ്ലവ്കോവ്സ്ക എന്ന സ്ട്രീറ്റാണിത്. കാറിൽ നിന്നിറങ്ങി സ്ട്രീറ്റിലൂടെ നടന്നു. ഒരു ഹിസ്റ്റോറിക് സ്ട്രീറ്റാണ് സ്ലവ്കോവ്സ്ക. 400 മീറ്റർ നീളമുള്ള സ്ട്രീറ്റ്. പാതയോരത്തെ നൈറ്റ് ക്ലബ്ബുകൾ പലതും അടച്ചിട്ടില്ല. അവിടെ നിന്നും സംഗീതം പുറത്തേക്കൊഴുകുന്നുണ്ട്. നടന്നെത്തിയത് മാർക്കറ്റ് സ്ക്വയറിലേക്കാണ്. ഇതാണ് ചരിത്രപ്രസിദ്ധമായ ആ സ്ക്വയർ. ചെറിയ മൂടൽമഞ്ഞുണ്ട്. ചിലയിടത്ത് ഏതാനും ആളുകളെ കാണാം. നേരം 12:15 ആയിരിക്കുന്നു. ഇക്കാണുന്നത് ക്ലോത്ത് ഹാൾ എന്നറിയപ്പെടുന്ന കെട്ടിടമാണ്. പഴയ തുണി മാർക്കറ്റ്. അങ്ങേയറ്റത്ത് കാണുന്നത് ടൗൺ ഹാൾ ടവറാണ്. ഒരു ഭാഗത്ത് പ്രസിദ്ധമായ കത്തീഡ്രൽ. ഒരു നീളൻ കെട്ടിടമാണ് ക്ലോത്ത് മാർക്കറ്റ്. അതിവിസ്തൃതമായ ഒരു സ്ക്വയറിന് ചുറ്റുമാണ് ഈ മന്ദിരങ്ങളെല്ലാം. ക്ലോത്ത് മാർക്കറ്റ് മധ്യത്തിൽ അങ്ങനെ നിൽക്കുന്നു. ടൗൺ സ്ക്വയറിന്റെ ഒരതിരിലെ കെട്ടിടത്തിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓരങ്ങളിൽ ധാരാളം ഓപ്പൺ റെസ്റ്റോറന്റുകൾ. അതിൽ ചിലതിൽ മാത്രം ഇപ്പോൾ ആളുകളുണ്ട്. തീ കാഞ്ഞ് അവരങ്ങനെ ഇരിക്കുന്നു. ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്ന സ്ഥാപനം അന്വേഷിച്ച് കുറേ നടന്നു. പേര് ഒരിടത്തും എഴുതി വച്ചിട്ടില്ല. ഒരു വിധത്തിൽ അത് കണ്ടുപിടിച്ചു. ഈ കെട്ടിടത്തിനുള്ളിലൂടെ കടന്നു പോകണം. ഇവിടെ ഗോഡൌണിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ഏതോ സൂപ്പർ മാർക്കറ്റ് റീഫിൽ ചെയ്യുന്ന നേരമാണ്. കെട്ടിടത്തിനകത്തുകൂടി കടന്നു ചെല്ലുമ്പോൾ കല്ലുപാകിയ ഒരു നടുമുറ്റത്തേക്കാണ് എത്തുന്നത്. അവിടെ വലിയൊരു മുറിക്കകത്ത് ലൈറ്റുണ്ട്. ആളനക്കവുമുണ്ട്. അതാണ് എനിക്ക് താമസിക്കേണ്ട സ്പിസ്കി പാലസിന്റെ റിസപ്ഷൻ ഏരിയ. അവിടേക്ക് കയറി ചെന്നു. ചെക്ക് ഇൻ നടപടികളെല്ലാം പൂർത്തിയാക്കി. ഇതാണ് മുറി. പഴയൊരു കൊട്ടാരക്കെട്ടിന്റെ ഭാഗമാണ്. 1920-കൾ മുതൽ പ്രവർത്തിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസാണ് ഇത്. അതിന്റെ പല മുറികൾ ആളുകൾക്കിങ്ങനെ വാടകയ്ക്ക് നൽകും. മുറിയിലെ ഫർണിച്ചറിലും മറ്റു സംവിധാനങ്ങളിലുമെല്ലാം പഴയ റോയൽ സ്വഭാവം നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ ഭാണ്ഡം കൊണ്ടുവച്ച് മുറിയിലെ എന്റെ ആധിപത്യം ഉറപ്പാക്കി. മനോഹരമായ മുറിയാണ്. നല്ല സോഫാ സെറ്റ്. ഭിത്തിയിൽ പഴയകാല പെയിന്റിംഗ്. ആഠ്യത്വമാർന്ന കൊട്ടാര മുറി തന്നെ. ഇന്ന് രാത്രി മാത്രമല്ല, നാളത്തെ രാത്രിയും ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്.
2 രാത്രിയിലെ ഉറക്കത്തിനുള്ള മുറിയാണിത്. മുറിയോടനുബന്ധിച്ച് ചെറിയൊരു കിച്ചണറ്റുണ്ട്. വേണമെങ്കിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം. ചെറിയ ടോയ്ലറ്റും മറ്റു സംവിധാനങ്ങളും. 2 നിലയായാണ് എനിക്കുള്ള താമസ സൗകര്യം. ഈ ഗോവണി കയറി മുകളിലെത്തിയാൽ ഒരു ചെറിയ തട്ടുംപുറത്താണ് കട്ടിലൊരുക്കിയിരിക്കുന്നത്. ആ രാത്രി അവിടെ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ നേരത്തെ തന്നെ തയ്യാറായി. 8 മണിയായപ്പോഴേക്കും ഞാൻ പുറത്തിറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തെവിടെ നിന്നെങ്കിലും കഴിക്കണം. ഹോട്ടലിൽ മുറി മാത്രമേ ഉള്ളൂ. റെസ്റ്റോറൻ്റ് ഇല്ല. പുറത്തേക്ക് നടന്നു. ഈ ഇടവഴിയിലൂടെയാണ് ഇന്നലെ രാത്രി കയറി വന്നത്. ഇടതുവശത്തുള്ളത് ഒരു സൂപ്പർ മാർക്കറ്റാണ്. അവിടേക്കുള്ള സാധനങ്ങൾ കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്ത് സംഭരിച്ചു വയ്ക്കുന്നു. ഇടനാഴിയിൽ നിന്നും ഇറങ്ങിയെത്തുന്നത് ഈ സ്ക്വയറിലേക്കാണ്. ഞാൻ കടന്നുവന്ന വഴിയിലൂടെ വേറെയും ആളുകൾ പുറത്തിറങ്ങുന്നുണ്ട്. തെരുവിൽ ആളനക്കം തുടങ്ങിയിരിക്കുന്നു. എല്ലായിടവും അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചയുടെ പ്രഭാതമാണിത്. അതുകൊണ്ട് തന്നെ ആളുകൾ ജോലിക്ക് പുറപ്പെടുന്ന നേരമാണ്. ചിലർ ഓഫീസിലേക്ക് പോകും മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വരുന്നു. വഴിയോരത്ത് ഓപ്പൺ റെസ്റ്റോറൻറ്റുകൾ. അതിൻ്റെ വേലിയിൽ ചെടികൾ പൂത്തുലഞ്ഞു കിടക്കുന്നു. ബിയർ ഗാർഡനുകൾ തന്നെയാണിത്. അപൂർവം ചിലർ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ടൗൺ സ്ക്വയറിൻ്റെ കാഴ്ച ഇപ്പോൾ ഇങ്ങനെയാണ്. ഇന്നലെ രാത്രിയിൽ കണ്ട സ്ക്വയറിൽ രാവിലെ ആളനക്കമുണ്ട്. ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന വിശ്വപ്രസിദ്ധമായ സിനിമയിലെ സംഭവങ്ങൾ യഥാർത്ഥമായി അരങ്ങേറിയ നഗരമാണിത്. ഷിൻലറുടെ ഫാക്ടറി യഥാർത്ഥത്തിൽ നിലനിന്ന സ്ഥലവും ജൂതന്മാരെ നാസികൾ തടവിലെന്നോണം പാർപ്പിച്ചിരുന്ന ഗെറ്റോകൾ ഉണ്ടായിരുന്ന സ്ഥലവും കാണാൻ പോകണം. ആദ്യം തന്നെ അവിടേക്ക് പോകാമെന്നാണ് തീരുമാനം. അടുത്ത സ്ട്രീറ്റിലേക്ക് നടന്നെത്തിയപ്പോൾ ഒരു ടാക്സിക്കാരനുണ്ട് ഇവിടെ. ആ കാറിലേക്ക് കയറി. ജാക്ക് എന്നാണ് ഇയാളുടെ പേര്. ഒരു പോളണ്ടുകാരന് ജാക്ക് എന്ന പേര് വരാൻ സാധ്യത കുറവാണ്. ആദ്യം തന്നെ ഷിൻലേഴ്സ് ഫാക്ടറിയിലേക്ക് വണ്ടി വിടാനാണ് ഞാൻ ജാക്കിനോട് പറഞ്ഞത്. ക്രാക്കോവിലെത്തുന്ന ടൂറിസ്റ്റുകളെല്ലാം പോകുന്ന സ്ഥലമാണത്. ഡ്രൈവർക്ക് സ്ഥലം കൃത്യമായി അറിയാം. ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ റിലീസായ ശേഷമാണ് അവിടം വലിയ പ്രശസ്തി നേടുന്നത്. 11-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ജൂതന്മാർ വസിച്ചിരുന്ന നഗരമാണ് ക്രാക്കോവ്. 15-16 നൂറ്റാണ്ടുകളിൽ ബൊഹീമിയ, മൊറാവിയ എന്നിവിടങ്ങളിൽ നിന്നും സമ്പന്നരായ ധാരാളം ജൂതന്മാർ ക്രാക്കോവിലേക്ക് കുടിയേറുകയും ഇവിടെ കച്ചവടത്തിലും മറ്റു തൊഴിലുകളിലും ഏർപ്പെട്ട് ജീവിക്കുകയും ചെയ്തിരുന്നു. കശ്മീസ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. ജൂതന്മാരുടെ വ്യാപാരശാലകളും താമസയിടങ്ങളുമെല്ലാമായിരുന്നു ഇവിടെ. വലിയൊരു സിനഗോഗും അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഈ കെട്ടിടങ്ങളിലെല്ലാം വസിച്ചിരുന്ന ജൂതരെ നാസികൾ പുറത്താക്കി ഒരു ഗെറ്റോയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഒരു വേലിക്കെട്ടിനകത്തെ പ്രദേശമായിരുന്നു ഗെറ്റോ. ജൂതർക്ക് ആ വേലിക്കെട്ടിൽ നിന്നും പുറത്തു കിടക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. സർവപ്രതാപങ്ങളോടും കൂടി ഈ കെട്ടിടങ്ങളിലെല്ലാം വസിച്ചിരുന്ന ജൂതരാണ് ഗെറ്റോകളിലെ ശോചനീയമായ സാഹചര്യത്തിലേക്ക് പറിച്ചു നടപ്പെട്ടത്. ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ കണ്ടവർ ഈ പ്രദേശങ്ങളൊന്നും മറന്നിരിക്കാൻ സാധ്യതയില്ല. കെട്ടിടങ്ങളിൽ നിന്നും ജൂതന്മാരെ പിടിച്ചുകൊണ്ടു പോകുന്നതും തെരുവിൽ വെച്ച് വെടിവെച്ചു കൊല്ലുന്നതുമെല്ലാം സിനിമയിലുണ്ട്. അതെല്ലാം യഥാർത്ഥമായി സംഭവിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. ചരിത്രം സ്പന്ദിക്കുന്ന തെരുവുകൾ. ദുരന്തങ്ങളുടെയും വേദനയുടെയും ആ ചരിത്രം ഓർത്തുകൊണ്ട് തന്നെ വേണം ഈ വഴിയിലൂടെ യാത്ര ചെയ്യാൻ. ഇപ്പോൾ വിസ്റ്റുല്ല നദി ക്രോസ് ചെയ്യുകയാണ്. ഈ നദിയുടെ ഇരുകരകളിലുമായാണ് ക്രാക്കോവ് നഗരം സ്ഥിതി ചെയ്യുന്നത്. നദി കടന്ന് നഗരത്തിന്റെ തെക്കുഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇക്കാണുന്നതൊക്കെ പുതിയ കാല നിർമ്മിതികളാണ്. ആദ്യം ഖെറ്റോ കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് ഡ്രൈവർ കൊണ്ടുപോകുന്നത്. ഞാൻ ഖെറ്റോയെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഡ്രൈവർ അവിടം കാണിച്ചു തരാം എന്ന് പറഞ്ഞത്. മുന്നിൽ കാണുന്ന ഭാഗമായിരുന്നു പണ്ടത്തെ ജൂത ഖെറ്റോ. ഈ മൈതാനവും അതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളും വേലി കെട്ടിത്തിരിച്ച് അതിനകത്തായിരുന്നു ജൂതന്മാരെ ഇട്ടിരുന്നത്. 3000 പേർക്ക് താമസിക്കാനുള്ള സ്ഥലത്ത് അന്ന് 15,000 ജൂതന്മാരെയാണ് പാർപ്പിച്ചത്.
ഖെറ്റോ നിറഞ്ഞു കഴിഞ്ഞതോടെ ക്രാക്കോവിൽ നിന്നും പിടികൂടിയ ജൂതന്മാരെ പല കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി. അവർ മരണത്തിലേക്കാണ് യാത്രയാകുന്നതെന്ന് ഖെറ്റോയിലുണ്ടായിരുന്ന ജൂതന്മാർ അറിഞ്ഞത് പിന്നീടാണ്. അക്കാര്യം അറിഞ്ഞതോടെയാണ് ഷിൻലർ എന്ന വ്യവസായി തന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ജൂതന്മാരെ രക്ഷിക്കാൻ ശ്രമം തുടങ്ങിയത്. ആ കഥയാണ് ഷിൻലേഴ്സ് ലിസ്റ്റ്. ആ ഫാക്ടറി നിന്ന സ്ഥലത്തേക്കാണ് ഇനി എന്റെ യാത്ര.